ഇപ്പൊ RSS കോൺഗ്രസിനകത്ത് RSSകാരനായി തന്നെ തുടരാം. ശാഖയ്ക്ക് കാവൽ നിന്നയാൾ KPCC പ്രസിഡന്റ്. എങ്ങാനും മാറേണ്ടി വന്നാൽ ശാഖ നടത്തിയയാൾ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് വിഭാഗം. അതിൽ ഒരു വിഭാഗം പൂർണ്ണമായും കൈയടക്കിയ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ BJP ഉറപ്പായും തൂക്കുമെന്ന് കരുതിയെടുത്ത് അവര് വിജയിച്ചു. BJP ആ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം നേടി അവിടെ വിജയിച്ചു. ആദ്യമായി കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നു കോൺഗ്രസിന്റെ പിൻബലത്തോടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും ഇന്ന് എങ്ങനെയാണോ BJP പ്രതിനിധി നിയമസഭയിലേക്ക് വന്നത്, അതേ പാറ്റേണിലാണ് തൃശൂരിൽ നിന്ന് BJP പ്രതിനിധി ലോകസഭയിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, BJPയുടെ വോട്ട് കൂടി. കേരളത്തിനകത്ത് കോൺഗ്രസ്, RSS, ഇപ്പുറത്ത് SDPI, ജമാഅത്ത് ഇസ്ലാമി എല്ലാം ചേർന്നിട്ട് സംവിധാന അവനെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് വല്ലാതെ ദുർബലമായി. ലീഗ് ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം കുറയുന്നു. ലീഗിന്റെ രാഷ്ട്രീയം UDFന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു. ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ, ഈ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് പറഞ്ഞില്ലേ. ഇപ്പൊ 10 മിനിറ്റുകാരനെ കാണുന്നില്ലല്ലോ. വിൽക്കാൻ പാടില്ലാത്തത് വിറ്റത് ലീഗ്, വിൽപ്പന നടത്തിയത് കോൺഗ്രസ്. എന്നിട്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷം ഭിന്നിപ്പുണ്ടാക്കുന്ന ഇടതുപക്ഷം തീയതിനകത്ത്. എന്നാൽ ഈ ഗവൺമെന്റിനെതിരെ തുടർച്ചയായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, മാധ്യമങ്ങൾ നല്ലൊരു പങ്ക്. അവരാണ് പ്രധാന പ്രതിപക്ഷം എന്ന് മറ്റു പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒന്നില്ലാതെ ഇറങ്ങുന്നുണ്ടോ? BJPയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറി. എന്നാൽ നമ്മൾ കണ്ട രണ്ടാമത്തെ മൂന്നാമത്തെ ചുമതല ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കണം, പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്തും വർദ്ധിക്കണം. ഇത് രണ്ടും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞില്ല? എന്തൊക്കെയാണ് കുറവുകൾ? ഈ കാലത്തെ നന്നായി വിലയിരുത്തി ഇനി എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കണം, അതെല്ലാം രാഷ്ട്രീയ പ്രമേയത്തിൽ വരും. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതുപോലെ BJPയുടെ നയങ്ങളിലും നിലപാടുകളിലും മാറ്റമുണ്ടാകുമെന്ന് കരുതാനേ പാടില്ല. BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ കർണാടകയിൽ BJP പരാജയപ്പെട്ടു, കോൺഗ്രസ് അവിടെ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവിടെ പോയ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു BJP തോറ്റിട്ടുണ്ടാവും രാഷ്ട്രീയമായി. നേരത്തെ ഒരു 5 കൊല്ലം മുമ്പ് വരെ കർണാടകയിലെ ഓരോ വീട്ടിലും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ലാതെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു ചിത്രമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താന്റെ ചിത്രമായിരുന്നു. അവർ മതവ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ BJPയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ടിപ്പു സുൽത്താൻ മുസ്ലിം എന്ന സ്വത്വത്തിലേക്ക് ചുരുക്കപ്പെട്ടു. ഹിന്ദു, ക്രിസ്ത്യൻ വീടുകളിൽ നിന്ന് ടിപ്പു സുൽത്താന്റെ ചിത്രം അപ്രത്യക്ഷമായി. ടിപ്പു സുൽത്താനെ ഒരു ചരിത്ര പുരുഷനെ ചുരുക്കി കളഞ്ഞു. BJP അധികാരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പോയെങ്കിലും വീടുകളിൽ തിരിച്ച് ചുവരുകളിലേക്ക് ആ ചിത്രം വരില്ല. അതാണ് BJPയുടെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലിന്റെ സവിശേഷത. അതാണ് അത്രമാത്രം അപകടകരമാണ്. കേനാർ ഇവിടെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചില്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ചേർത്ത് എല്ലാവരും ചേരുന്ന പ്രതിരോധം ആവശ്യമാണെന്ന് പറയുന്നത് ഈ പ്രത്യേകത കൂടി BJPക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മ കോൺഗ്രസിന് അത് എത്ര മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ വന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടും എന്നതായിരുന്നു പൊതുവികാരം. അവിടെ ജനങ്ങൾ BJP സർക്കാരിന് ശക്തമായി എതിരായിരുന്നു. എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ ആകെ ഏകോപിപ്പിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനനുസരിച്ച നിലപാടല്ല കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ഇപ്പൊ ഡൽഹിയോട് ചേർന്നാണ് ഹരിയാന. ആം ആദ്മി പാർട്ടി ഉണ്ട്, ആം ആദ്മി പാർട്ടി കൂട്ടിയില്ല. UPയോട് ചേർന്ന് വരുന്ന സമാജ്വാദി പാർട്ടി സ്വാധീനമുള്ള പ്രദേശമുണ്ട്, അവരെ കൂട്ടിയില്ല. നമുക്ക് അത്ര വലിയ കരുത്തില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ട്.
ഹരിയാനയുടെ പ്രത്യേകത ഇളകി വന്ന ഇരമ്പിയാർത്തു വന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കി മറിച്ച കർഷക പോരാട്ടങ്ങളുടെ ഹൃദയഭൂമി പഞ്ചാബിനെ പോലെ തന്നെ ഹരിയാന. അതിന്റെ ഭാഗമായി വന്ന വിവിധ സംഘടനകൾ ഇവരെ ആകെ ഏകോപിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായേയില്ല. കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് വിഭാഗം. അതിൽ ഒരു വിഭാഗം പൂർണ്ണമായും കൈയടക്കിയ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ BJP ഉറപ്പായും തൂക്കുമെന്ന് കരുതിയെടുത്ത് അവര് വിജയിച്ചു. ഒപ്പം നടന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ, ഹരിയാനയ്ക്കൊപ്പം. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ്, നമ്മളെല്ലാം ചേരുന്ന സംവിധാനം വിജയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒമർ അബ്ദുള്ള ഒരു പ്രസ്താവന നടത്തി. കോൺഗ്രസിന്റെ ഈ ദുർബലാവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ 2/3 ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. ഇപ്പോ ജമ്മു കാശ്മീർ ഇതാണ് ഇപ്പോഴത്തെ ലഡാക്ക്, പിന്നെ ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശമായി. കോൺഗ്രസ് പറഞ്ഞു ജമ്മു ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനം. 29 സീറ്റ് നിർബന്ധിച്ച് വാങ്ങി മത്സരിച്ചു. അവിടെ ജമ്മുവിൽ ഒരേ ഒരു സീറ്റിലാണ് ജയിച്ചത് കോൺഗ്രസ്. 29 സീറ്റ് ജമ്മുവിൽ മത്സരിച്ച കോൺഗ്രസിന് ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞത്. ഇതാണ് ജമ്മു കാശ്മീരിനകത്ത് ആ മുന്നണിക്ക് 2/3 സീറ്റ് ലഭിക്കാതിരുന്നതിന്റെ ഒരു കാരണം. ഒമർ അബ്ദുള്ള പരസ്യമായി പറഞ്ഞു, കോൺഗ്രസ് ഞങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ദുർബലാവസ്ഥ നൽകി. നമ്മളുടെ സീറ്റിലെ മത്സരിച്ചുള്ളൂ. തെരിഗാമി, മുഹമ്മദ് യൂസഫ് തെരിഗാമി. അവിടെ ആരാ തെരിഗാമിക്ക് എതിരെന്ന് കൂട്ടത്തിൽ ഇത് കൂടി പരാമർശിക്കാം. തെരിഗാമി വിഘടനവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ്. 370 റദ്ദാക്കിയ ഘട്ടത്തിൽ ആദ്യം വീട്ടുതടങ്കലാക്കിയ നേതാക്കൾ ഒരാൾ തെരിഗാമിയ. തെരിഗാമിയെ കാണാൻ ആദ്യം അങ്ങോട്ട് യാത്ര തിരിച്ചത് കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ ജമ്മുവിൽ പ്രശ്നം വന്നപ്പോ അങ്ങോട്ട് ആദ്യം യാത്ര തിരിച്ചത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അന്നത്തെ MP ഗുലാം നബി ആസാദ് അവിടെ ഉണ്ടായി, ആ വഴിക്ക് പോയില്ല. സഖാവ് സീതാറാം, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത സഖാവ് സീതാറാം ആദ്യത്തെ വിമാനം പിടിച്ചു കാശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക്. അവിടെ ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. മണിക്കൂറോളം കാത്തുനിന്നു. അതേ വിമാനത്തിൽ തിരിച്ചുവിട്ടു ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഇറങ്ങിയ സഖാവ് സീതാറാം നേരെ സുപ്രീം കോടതിയിൽ പോയി. തന്റെ പ്രിയ സഖാവ് സംസ്ഥാന സെക്രട്ടറി സഖാവ് തെരിഗാമിയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഹർജി സുപ്രീം കോടതിയിൽ സഖാവ് സീതാറാം CPIM-ന് വേണ്ടി. തെരിഗാമി ഇതിലൊന്നും പതറുന്ന ആളല്ല. തന്റെ കുടുംബത്തിൽപ്പെട്ടവര് ഭീകരവാദികളുടെ വെടിയുണ്ടക്കിരയായി കൊല്ലപ്പെട്ടതറിഞ്ഞിട്ടും നിലപാടിൽ അണുകിട മാറാതെ ഉറച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റാണ് സഖാവ് തെരിഗാമി. ആ തെരിഗാമിയെ തോപ്പിക്കാൻ ലക്ഷ്യം വച്ച് അവിടെ മത്സരിച്ചത് ജമായത്ത് ഇസ്ലാമി. ജമായത്ത് ഇസ്ലാമി അവിടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. എഞ്ചിനീയർ ആയതിന്റെ മേധാവ്, നിരോധിക്കപ്പെട്ട ജമായത്ത് ഇസ്ലാമിയുടെ മേധാവ് എഞ്ചിനീയർ അവിടെ തെരിഗാമിക്കെതിരെ സ്ഥാനാർത്ഥിയായി. ജമായത്ത് ഇസ്ലാമി നിരോധിച്ച കാശ്മീരിനകത്ത് ഭീകരവാദ പ്രവർത്തകർ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നിരോധിക്കുന്നതിനോടൊപ്പം നിൽക്കുന്ന BJP നയിക്കുന്ന സർക്കാർ എഞ്ചിനീയർക്ക് മത്സരിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി തെരിഗാമിയെ പരാജയപ്പെടുത്താൻ. BJP-യുടെ പരോക്ഷ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിക്ക്. പക്ഷെ ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് വേണ്ടി എക്കാലത്തും നിലപാട് സ്വീകരിക്കുന്ന യൂസഫ് തെരിഗാമിയെ വീണ്ടും വലിയ വിജയം നൽകി നിയമസഭയിലേക്ക് അയച്ചു. നമ്മൾ ഒന്നിൽ മത്സരിച്ചു, ഒന്നിൽ ജയിച്ചു. വലിയ കരുത്തുണ്ടെന്നല്ല, നമുക്കുള്ള കരുത്തിൽ നമ്മൾ മത്സരിച്ചു, അതിൽ ജയിച്ചു. കോൺഗ്രസിന്റെ ദുർബലാവസ്ഥ എവിടെയും കണ്ടു. മഹാരാഷ്ട്ര അവിടെ പിന്നെ NCP ഒക്കെയാണ് നയിച്ചത്. പല ഘടകങ്ങളുണ്ടാകും. പക്ഷെ കോൺഗ്രസിന്റെ ഈ അവസ്ഥ ഇന്ന് പല പാർട്ടി പറയുന്നില്ലേ, കോൺഗ്രസ് പറ്റില്ല നയിക്കാൻ. എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ BJP-ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടി അല്ലാതെ കോൺഗ്രസ് മാറി. ഇവിടെ നോക്കിയേ, ഇവിടെ BJP-യോടൊപ്പം നിൽക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ BJP-ക്ക് ഒരു MLA ഉണ്ടായി, രാജഗോപാൽ, നേമത്തും നിന്ന് 2016. എങ്ങനെ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു?
കോൺഗ്രസിന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞു. ആ വോട്ടിൽ നല്ല പങ്ക് ബി ജെ പിയിലേക്ക് പോയി. ബി ജെ പി വിജയിച്ചു. നേരത്തെ അവിടെ വിജയിച്ചിരുന്ന കോൺഗ്രസ് നേരെ താഴോട്ട് പോയി, 3-ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ ബി ജെ പി ആ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം നേടി അവിടെ വിജയിച്ചു. ആദ്യമായി കേരള നിയമസഭയിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു കോൺഗ്രസിന്റെ പിൻബലത്തോടെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം പ്രഖ്യാപിച്ചു: ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ആ നടത്തിയ പ്രഖ്യാപനം 2021 തെരഞ്ഞെടുപ്പിൽ പ്രായോഗികമായി ബി ജെ പിക്ക് കേരള നിയമസഭയിലുണ്ടായ ഏക അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ശിവൻകുട്ടി നേമത്ത് നിന്ന് നിയമസഭയിലേക്ക് വന്നു. ഇപ്പൊ തൃശൂർ ബി ജെ പി ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി വിജയിച്ചു. സിനിമ നടന്നാണ്, ഒക്കെ നിൽക്കട്ടെ. ആരുടെ വോട്ടാ കുറഞ്ഞേ? ഇതിന് നരേറ്റീവ് വന്നില്ലേ? ഇടതുപക്ഷം സഹായിച്ചിട്ടാണ്, പൂരം പ്രശ്നമാക്കി, അതുകൊണ്ട് ബി ജെ പി ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല തിരിച്ചടി കിട്ടിയതാണ് 2019. അതിനേക്കാളും തിരിച്ചടി 2021 കിട്ടിയോന്ന് ചോദിച്ചാൽ 2014 നിന്ന് 19 എത്തിയപ്പോ 5.5% വോട്ട് കുറഞ്ഞു. നമ്മുടെ നല്ല തിരിച്ചടിയായിരുന്നു. പക്ഷെ 19 നിന്ന് 21 എത്തിയപ്പോ 1.7% കുറഞ്ഞുള്ളൂ. അതിനേക്കാളും അത്രയല്ല, വളരെ ചെറിയ ശതമാനം, എന്നാൽ കുറവ് തന്നെ. പക്ഷെ അപകടം ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ്. 2024 മിക്കവാറും ലോകസഭാ സീറ്റുകളിൽ നമ്മുടെ വോട്ട് കുറഞ്ഞു അതിന് മുൻപുള്ളതിനേക്കാളും. ഇവിടെ കുറഞ്ഞില്ലേ, അപ്പുറത്ത് കുറഞ്ഞില്ലേ, പലയിടത്തും കുറഞ്ഞു. ആ കുറഞ്ഞ കൂട്ടത്തിൽ കൂടിയ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്ന തൃശ്ശൂർ. ഈ ചാനൽ ഇങ്ങനെ കണ്ട് പത്രം വായിക്കുമ്പോൾ ഈ കണക്ക് വരില്ല. പല മണ്ഡലങ്ങളിലും നമ്മുടെ വോട്ട് കുറഞ്ഞപ്പോ കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലും വോട്ട് കൂടിയ മണ്ഡലം 19,000-ഓളം വോട്ട് തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി. 82,000-ഓളം വോട്ട് യു ഡി എഫിന് കുറഞ്ഞു. യു ഡി എഫിന് കുറഞ്ഞ വോട്ട് ബി ജെ പിക്ക് പോയി. ബി ജെ പി പാർലമെന്റിലേക്ക് എത്തി. ആരാ ബി ജെ പി പാർലമെന്റിൽ കൊണ്ടുപോയത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഇന്ന് എങ്ങനെയാണോ ബി ജെ പി പ്രതിനിധി നിയമസഭയിലേക്ക് വന്നത്, അതേ പാറ്റേണിലാണ് തൃശ്ശൂരിൽ നിന്ന് ബി ജെ പി പ്രതിനിധി ലോകസഭയിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, ബി ജെ പിയുടെ വോട്ട് കൂടി. ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ? അവിടെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു, നമ്മുടെ വോട്ട് കുറച്ചുകൂടി, ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു. ബി ജെ പി മോഡി ഒന്നുമില്ലാതിരുന്ന, അല്ലെങ്കിൽ മോഡി പ്രഭാവം ഒന്നുമില്ലാതിരുന്ന കാലത്തും സ്വാധീനമുള്ള പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു. ആ വോട്ട് എവിടേക്ക് പോയി? കോൺഗ്രസിലേക്ക് പോയി. തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, ബി ജെ പിക്ക് പോയി. പാലക്കാട് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു, കോൺഗ്രസിന് പോയി. പിന്നെ അവിടെ അവസാനം ബി ജെ പി ഒരാള് കോൺഗ്രസിലേക്ക് എത്തി. പക്ഷെ RSS തുടരാണ്. RSS തുടർന്നുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നു. ബി ജെ പിന്ന് പോയി, പക്ഷെ RSSന് ഇപ്പോ പറഞ്ഞില്ലേ, അമ്മ ടീച്ചറുടെ അവസാനത്തെ ആഗ്രഹം സ്ഥലം RSSന്റെ കാര്യാലയം പണിയണം. ഞാൻ മാറിയെങ്കിലും കാര്യാലയം അവിടെ തന്നെ ഉണ്ടാവും. RSS തുടരുക, കോൺഗ്രസിലും തുടരുക. നേരത്തെ ജനതാ പാർട്ടി ജനസംഘക്ക് ലയിച്ച് ജനതാ പാർട്ടി വന്ന ഘട്ടത്തിൽ ഒരു ദ്വയാംഗ പ്രശ്നം ഉണ്ടായിരുന്നു, ദ്വയാംഗത്വം. RSSലും ബി ജെ പി ജനതാ പാർട്ടിയിലും ഒരേ സമയം തുടരാമോ? ജനസംഘം ജനതാ പാർട്ടി ജയിച്ചു, RSSന്റെ ആളുകളെ വെക്കുന്നു. ഈ തർക്കത്തിനൊടുവിലാണ് ബി ജെ പി ആയിട്ട് വരുന്നത്. ഇപ്പൊ RSS കോൺഗ്രസിനകത്ത് RSSകാരനായി തന്നെ തുടരാം, ഒരു തർക്കമില്ല. ശാഖയ്ക്ക് കാവൽ നിന്നയാൾ KPCC പ്രസിഡന്റ്. എങ്ങാനും മാറേണ്ടി വന്നാൽ ശാഖ നടത്തിയയാൾ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കുഴപ്പമില്ല. സുധാകരൻ നയിക്കുന്നതും സുരേന്ദ്രൻ നയിക്കുന്നതും അവരെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരേ താല്പര്യമുള്ള രണ്ട് സംവിധാനങ്ങളാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിനെതിരെ ഇനിപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി, ഇവരും ഇടതുപക്ഷത്തിനെതിരെ. അവിടെ ബി ജെ പി എങ്ങനെ ജയിച്ചു വരും, അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഭിന്നിപ്പുണ്ടാക്കും എന്ന പ്രചാരവേല ജമാഅത്ത് ഇസ്ലാമി, SDPI,
എല്ലാ ദിവസവും നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോഴും പറഞ്ഞില്ലേ, മീഡിയ വൺ ചാനൽ, മാധ്യമം, പത്രം, എല്ലാ ദിവസവും അതിന്റെ എഡിറ്റോറിയൽ ഒരു ലേഖനമെങ്കിലും ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒന്നെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിലും ബോധപൂർവമാണ്. ഇപ്പൊ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പറയാണ്, ആ ഭഗത് സിംഗ് ഉണ്ടല്ലോ, അന്ന് അയാൾ ഭീകരവാദിയായിരുന്നു, ജയിലിലേക്ക് ബോംബെറിഞ്ഞയാൾ. ഇപ്പോ അയാൾ ഷഹീദ്, രക്തസാക്ഷി. സിസ്റ്റം മാറുമ്പോ ഇപ്പൊ ഭീകരവാദികൾ നിങ്ങൾ വിളിക്കുന്നവരും മഹാന്മാരായി മാറും. വിസ്തീർണമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്ന് വെച്ചാൽ, മതരാഷ്ട്രം വരുമ്പോ ഇന്ന് നിങ്ങൾ ഞങ്ങൾ വർഗീയവാദി, മതരാഷ്ട്രവാദി എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങൾ അന്ന് മഹാന്മാരാകും. ഇതാണ് പറയുന്നത്. ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി SDPI പിന്തുണ UDFന്, RSS ഇന്ന് കോൺഗ്രസിനകത്ത് തന്നെ തുടരാം. ഇത് സാഹചര്യം. ഇതാണ് ഇന്നത്തെ കേരളത്തിനകത്ത്. ഞാൻ ദേശീയ രാഷ്ട്രീയം നേരെ അങ്ങോട്ട് വന്നതേ ഉള്ളൂ, മറ്റ് നേതാക്കന്മാർ കൂടി പ്രസംഗിക്കാനുണ്ട്. കേരളത്തിനകത്ത് കോൺഗ്രസ്, RSS, ഇപ്പുറത്തെ SDPI, ജമാഅത്ത് ഇസ്ലാമി എല്ലാം ചേർന്നിട്ട് സംവിധാന. അവനെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ UDF ആണല്ലോ ജയിച്ചേ. അന്ന് കോൺഗ്രസിന് 62 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 17 സീറ്റാ. എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. 62 കോൺഗ്രസ്, 17 ലീഗ്. ഇപ്പോഴോ 21 കോൺഗ്രസ്, 15 ലീഗ്. ലീഗിന് അന്നത്തേക്ക് 2 കുറഞ്ഞപ്പോ കോൺഗ്രസ് 62 എന്ന കോൺഗ്രസ് 20. വ്യത്യാസം 6 ഉള്ളൂ. 2016 22 കോൺഗ്രസ്, 18 ലീഗ്, 4 വ്യത്യാസമുള്ളൂ. 62-17 എമ്മതിൽ നിന്ന് 22-18, 21-15. ഈ ചെറിയ വ്യത്യാസം ഈ 2 പാർട്ടികൾ തമ്മിൽ വന്നത് ലീഗിന് കരുത്ത് കൂടിയത് കൊണ്ടല്ല. കോൺഗ്രസ് വല്ലാതെ ദുർബലമായി. ലീഗ് ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം കുറയുന്നു. ലീഗിന്റെ രാഷ്ട്രീയം UDFന്റെ രാഷ്ട്രീയത്തെ മീമറിക്കുന്നു. ഇപ്പൊ ഒരാൾ പറഞ്ഞില്ലേ, ഈ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് പറഞ്ഞില്ലേ. ഇപ്പൊ 10 മിനിറ്റുകാരനെ കാണുന്നില്ലല്ലോ. വരാപ്പുഴ അതിരൂപതയിൽ വന്നിട്ട് ഞങ്ങൾ ഇതാ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ ആളുകൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ പറയണപ്പോ? പരിശോധിക്കാൻ ആ കമ്മീഷൻ, നിസാർ കമ്മീഷൻ പറഞ്ഞു, മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, അത് വഖഫ് ബോർഡിനാണ്. നിങ്ങളുടെ മുൻപിൽ കേസുണ്ട്, അത് തീർപ്പാക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. അന്നത്തെ വഖഫ് ബോർഡ് അതിനുശേഷം തൊട്ടില്ല. 2019 വഖഫ് ബോർഡ് തീരുമാനമെടുത്തു. ഗവൺമെന്റ് അന്ന് ഇടതുപക്ഷമാണെങ്കിലും വഖഫിനെ നിയന്ത്രിക്കുന്നത് പാണക്കാട് റഷീദ് അലി തങ്ങളായിരുന്നു. പാണക്കാട് തങ്ങളാ വഖഫ് ബോർഡിന്റെ ചെയർമാൻ. ഇതെല്ലാം പരിശോധിച്ചിട്ട് 4 പേജ് ഉത്തരവിറക്കി. പറവൂർ കോടതി വിധി, പറവൂർ കോളേജിന്റെ തീരുമാനം, അതിനുശേഷം നടന്ന കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചിട്ട് അവര് പ്രഖ്യാപിച്ചു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഉടൻ വഖഫിന് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, പാണക്കാട് റഷീദ് അലി തങ്ങൾ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വരാപ്പുഴ രൂപതയിൽ പോയിട്ട് പൊതുയോഗങ്ങളിലും ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതാ ഒരു വിഭജനം ഉണ്ടാകാൻ പാടില്ല, ഐക്യത്തോടുകൂടി മരിക്കണം, ഇതാ ചെയ്തത്. വഖഫാണ് എന്നിപ്പോ ET മുഹമ്മദ് ബഷീർ വഖഫാണെന്ന് ലീഗിന്റെ നേതൃത്വം ഇപ്പൊ പറയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വഖഫാണെങ്കിൽ ആര് വിറ്റോ? വഖഫ് ദൈവത്തിന്റെ സ്വത്താ. മുത്തവല്ലി നടത്തിപ്പുകാരനാണ്. മുത്തവല്ലിയുടെ അല്ല, ട്രസ്റ്റിന്റെ അല്ല, ദൈവത്തിൻ്റെതാണ്, നടത്തിപ്പുകാരനാണ്. ദേവസ്വത്തിന്റെ സ്വത്ത് ദൈവത്തിൻ്റെതാണ്, ബോർഡൊക്കെ നടത്തിപ്പ് മാത്രമാണ്. വിൽക്കാൻ പാടില്ല. അപ്പൊ ആര് വിറ്റു? വിറ്റത് ലീഗിന്റെ നേതൃത്വമുള്ള ഫറൂഖ് മാനേജ്മെന്റ്. അവർക്ക് കോഴിക്കോട് നിന്ന് ഇവിടെ ഒന്നും വിൽക്കാൻ പറ്റില്ല, അതിനുള്ള എപ്പോഴും വരാൻ പറ്റില്ലല്ലോ, അതിന് പറ്റൊരാളെ ഏൽപ്പിച്ചു. അതാരാ? അന്നത്തെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ. വിൽക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഇപ്പോ മുസ്ലിം ലീഗ് സാക്ഷ്യപ്പെടുത്തുന്ന ആ സ്ഥലം വിൽപ്പന നടത്താൻ പവർ ഓഫ് അറ്റോർണി കൊടുത്തത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഈ 300-500 അവിടെ താമസിക്കുന്നവർക്ക് തന്നെ കുറെ വിറ്റു, അല്ലാതെയും വിറ്റു.
വിൽക്കാൻ പാടില്ലാത്തത് വിറ്റത് ലീഗ്, വിൽപ്പന നടത്തിയത് കോൺഗ്രസ്. എന്നിട്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷം ഭിന്നിപ്പുണ്ടാക്കുന്ന ഇടതുപക്ഷം തീയതിനകത്ത് ഇടതുപക്ഷം എടുത്ത നിലപാട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, ഇത്രയും കാലമായി, വർഷങ്ങളായി, ദശകങ്ങളായി താമസിക്കുന്ന ആളുകൾ, തലമുറകളായി താമസിക്കുന്നവർ, അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. നിയമത്തിന്റെ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു നികുതി അടയ്ക്കണം. നികുതി അടയ്ക്കാൻ ഉത്തരവിട്ടപ്പോൾ നിയമസഭയിൽ കയ്യേറ്റക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ് സബ്മിഷൻ കൊണ്ടുവന്നത് UDF. ഇപ്പൊ ഈ 2022 ഡിസംബർ 12 കേരള നിയമസഭയിൽ വഖഫാണ് ഇത്, നിങ്ങൾ നികുതി അടയ്ക്കാൻ അനുമതി കൊടുത്തത് തെറ്റ്, കയ്യേറ്റക്കാർക്കൊപ്പം എന്ന് പറഞ്ഞ് ശക്തമായി പ്രമേയം കൊണ്ടുവന്ന ആള് ഇവിടെ യോഗം നടത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം, എപ്പോഴും ഒപ്പം. ഞങ്ങളല്ല ആദ്യം പറഞ്ഞത്. ഇതാ ചെയ്തത്. നേരെ വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുപോകുന്നതും മുസ്ലിം ലീഗ്. ഇപ്പൊ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പരസ്യ നിലപാട് സ്വീകരിച്ചു. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് എവിടെ? ഇപ്പൊ സമരവും എല്ലാ കേന്ദ്രങ്ങളിലും ഒരു സമരം കണ്ടെത്തിയല്ലോ. ഇപ്പൊ എവിടെ നിൽക്കുന്നു? സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടാണ് നമ്മൾ ഒരു കമ്മീഷൻ നിയോഗിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച ഒരാളെ നിശ്ചയിച്ചു. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ശുപാർശ ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ. അവിടെ 600 കുടുംബമുണ്ട്, 2 ബാർ, ഒരു ബീർ പാർലർ, 18 റിസോർട്ട്, ഹോം സ്റ്റേ എല്ലാം ഉള്ള സ്ഥലമാണ് ഈ മുനമ്പം. പക്ഷെ 600-ലധികം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾ, വർഷങ്ങളായി താമസിക്കുന്ന ബോണോഫൈഡ് ഓക്യുപ്പൻസ്, ഇതാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നത്. അങ്ങനെ താമസിക്കുന്ന ആളുകൾ അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കുന്നതിന് എന്ത് നടപടി സ്വീകരിക്കണമെന്നത് 3 മാസത്തിൽ റിപ്പോർട്ട് നൽകണം. ഇത് ഇടതുപക്ഷ നിലപാട്. മുസ്ലിം ലീഗ്, കോൺഗ്രസ് വർഗീയ വിഭജനത്തിലും രാഷ്ട്രീയ വിഭജനത്തിലും, മറുവശത്ത് BJP. ആ നിയമം വന്നാൽ പ്രശ്നം, ആ നിയമം വന്നാലും തീരില്ല. ആ നിയമം വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതിയെ സമീപിക്കാം. വസ്തു തർക്കത്തിന് സിവിൽ കോടതി പോയാൽ തീരുമാനം എടുക്കാൻ എത്ര കാലം എടുക്കും? ഇപ്പോ വഖഫ് ട്രിബ്യൂണൽ തീരുമാനം എടുത്താൽ അപ്പീൽ പോകാം. അതിനു പകരം അവിടെ നേരെ സിവിൽ കോടതി പോകാം. ഇത്ര വ്യത്യാസമുള്ളൂ. നമ്മൾ എല്ലാവരും എതിർക്കുന്ന അപകടകരമായ വ്യത്യാസം, വഖഫ് ബോർഡിനകത്ത് മുസ്ലിം അല്ലാത്ത ആളുകളും അംഗങ്ങളാകാം. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്ന ആൾ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല ഈ പുതിയ നിയമം. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അവിടെ പോയിട്ട് ഹിന്ദു അല്ലാത്ത ഒരാളെ വെച്ച് എങ്ങനെ ഉണ്ടാവും? പള്ളിയുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ നടത്തിപ്പിൽ കമ്മിറ്റിയിൽ അവിടെ ആ മതത്തിൽപ്പെട്ടാത്ത ഒരാളെ വെച്ച് എങ്ങനെ ഉണ്ടാവും? വഖഫ് ബോർഡിൽ ഇപ്പോഴത്തെ നിയമത്തിൽ മുസ്ലിമിനെ അവന്റെ CEO ആകാൻ കഴിയുള്ളൂ, അതിന്റെ നടത്തിപ്പിന്റെ ചുമതലക്കാരനാകാൻ കഴിയുള്ളൂ. ഇപ്പൊ ഏത് മതക്കാരനുമാകാം. അതാ നിയമം. പുതിയ ബില്ല് നിയമമാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ ഭിന്നിപ്പിന് ശ്രമിക്കുന്നതിൽ കോൺഗ്രസും ലീഗും ഒരേപോലെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് RSSന്റെ പരോക്ഷ പിന്തുണയുണ്ടാകുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് BJPയെ എതിർക്കാൻ കഴിയുന്നില്ല എന്നതിനോടൊപ്പം ഇവിടെ ഇവര് ചേർന്ന് പരസ്പര സഹായമായി ഇടതുപക്ഷത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കേണ്ട അനിവാര്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്യാൻ കഴിയേണ്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഗവൺമെന്റിനെതിരെ തുടർച്ചയായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, മാധ്യമങ്ങൾ നല്ലൊരു പങ്ക്, അവരാണ് പ്രധാന പ്രതിപക്ഷം എന്ന് മറ്റും പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ഒന്നില്ലാതെ ഇറങ്ങുന്നുണ്ടോ? നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഞെരുക്കുണ്ട്. ഇപ്പൊ ചിലർ ഇവിടെ പറയില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, ധനപ്രതിസന്ധി ഉണ്ട്, ഒരു ഫിസിക്കൽ ക്രൈസിസ് ഉണ്ട്. നമ്മുടെ വരുമാനം കൂടുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ധനകമ്മീഷൻ വന്നു. ഞങ്ങൾ എല്ലാവരും, മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. നമ്മുടെ അവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഹിതം ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം.
നമുക്ക് അർഹമായത് കിട്ടുന്നില്ല. ഇപ്പോഴോ പിരിക്കുന്നത് പ്രധാന നികുതിയല്ല. ഇപ്പൊ മൊത്തം കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ 24% സെസ്സും സർചാർജാണ്. സെസ്സും സർചാർജുമാണെങ്കിൽ സംസ്ഥാനത്തിന് വീതം വയ്ക്കണ്ട. നികുതിയെ പിരിക്കണമെങ്കിൽ വിഹിതം സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി നൽകണം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സെസ്സും സർചാർജുമായി പിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു അതിന്റെ വിഹിതവും നമുക്ക് ലഭിക്കണം. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഷിപ്പ് യാർഡിന്റെ ഓഹരി വിറ്റു, അതിന്റെ വിഹിതം നമുക്ക് ലഭിക്കണം. ഇപ്പോ HMDയുടെ സ്ഥലം വിറ്റു, അതിന്റെ ഓഹരി നമുക്ക് ലഭിക്കണം. നമ്മൾ അതിനകത്ത് പറഞ്ഞു കമ്പനികൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി നിങ്ങൾ വിൽക്കുന്നു. ആ വിൽക്കുന്നുവെങ്കിൽ ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് അവരൊരു വിഹിതം കിട്ടണം. ഇത്തവണത്തെ നിവേദനത്തിൽ നമ്മൾ അതുകൂടി ചേർത്തു. ഇവിടെ ചർച്ച വന്നില്ല, HIL കൂട്ടിപ്പോയില്ലേ? ഇപ്പൊ നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ്. കുറച്ച് സ്ഥലം നമ്മൾ 13.5 ഏക്കർ നമ്മുടെ പട്ടയത്തിന് കൊടുത്തതാണ്. അതിപ്പോ നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ് ഹിയർ ചെയ്യാനായിട്ട്, തിരിച്ചു പിടിക്കാൻ. HMD നമ്മൾ സുപ്രീം കോടതി നിൽക്കുകയാണ് ഈ സ്ഥലത്തിന്റെ അവകാശം സ്ഥാപിക്കാൻ. പക്ഷേ ഫിനാൻസ് കമ്മീഷനോട് നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തിന് വിഹിതം കിട്ടണം. നമ്മുടെ ഞെരുക്കമുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേഗതയിൽ കഴിയുന്നില്ല. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുവെങ്കിൽ ക്ഷേമ പെൻഷനും മാസം കൊടുക്കണം. 2 മാസം ഇപ്പൊ കൊടുക്കും. ഇപ്പോ നവകേരള യാത്ര തുടങ്ങിയപ്പോ ചിലർ പറഞ്ഞില്ല ആ ബസ്സിന്റെ കാശെടുത്ത് പെൻഷൻ കൊടുത്തൂടെ? ബസ്സിന് എത്രയാ? 1 കോടി രൂപ. നിങ്ങൾക്ക് അതെടുത്ത് പെൻഷൻ കൊടുത്തൂടെ? 1 മാസം പെൻഷൻ കൊടുക്കാൻ കേരളം ചെലവഴിക്കുന്നത് എത്ര രൂപ? 1 മാസം ക്ഷേമ പെൻഷൻ 900 കോടി രൂപ. 1 കോടിയല്ല, 10 കോടിയല്ല, 100 കോടിയല്ല, 900 കോടി രൂപ. 60 ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 1600 കൊടുക്കാൻ കേരളം ചെലവഴിക്കുന്നത് 900 കോടി രൂപ. ഈ ഞെരുക്കല്ലെങ്കിൽ നമ്മൾ 2500 ആക്കിയേനെ. ഈ ഞെരുക്കില്ലെങ്കിൽ വിചാരിക്കുമോ അതൊരു പ്രതീക്ഷയല്ലേ? അല്ല, പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2500 ആക്കുമെന്ന്. കഴിഞ്ഞ തവണ പ്രകടന പത്രിക പറഞ്ഞത് അതുപോലെ നടപ്പിലാക്കിയില്ല. 2016 നമ്മൾ പറഞ്ഞത് 1000 രൂപയാക്കുന്നതാണ്. എത്രയാക്കിയേ? ഇറങ്ങി പോകുമ്പോ 1600. വാക്ക് പാലിച്ചില്ല, തെറ്റിച്ചു. 1000 ആക്കാന്ന് പറഞ്ഞിട്ട് 1600 ആക്കി. ആരെങ്കിലും സമരം ചെയ്തിട്ടാക്കിയത്? നിയമസഭയിൽ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നോ ഇത് വർദ്ധിപ്പിക്കണമെന്ന്? കോവിഡ് വന്നു, ജനങ്ങളുടെ കയ്യിൽ കാശില്ല, സർക്കാർ പിന്തുണയ്ക്കണം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും 1600 രൂപയാക്കി. നേരത്തെ ആലോചിക്കണം, ബാങ്കിന്റെ മുമ്പിൽ പോയി കെട്ടിക്കിടന്ന് കാശ് വാങ്ങിക്കണം. ഈ 600 രൂപ വാങ്ങിക്കാൻ, 600 ഇല്ല 500 ഉള്ളു, 600 പ്രഖ്യാപിച്ചിട്ട് നമ്മൾ വന്നിട്ടാ കൊടുത്തേ. അത് വാങ്ങിക്കാൻ ചെല്ലുന്ന ആളുകളോട് പല ബാങ്കുകളുടെയും സമീപനം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു പ്രായമായ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ അവർ ഒരിടത്തും പോയി അങ്ങനെ മിക്കേണ്ടതില്ല, വീട്ടിൽ കൊണ്ടു കൊടുക്കും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇതേപോലെ 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന സംവിധാനം? ഇപ്പൊ വിധവാ പെൻഷൻ മാത്രം കൊടുക്കുമ്പോ 300 രൂപ കിട്ടണില്ല. എന്നുവെച്ചാൽ കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ കൊടുത്തോളാം. നേരത്തെ അവരെ കിട്ടുമെന്ന് കണക്കാക്കി നമ്മുടെ എടുത്ത് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ കൊടുക്കണ്ട. ഇപ്പൊ എന്തായി? നമ്മുടെ മാത്രമുണ്ട്, അവരുടെ ഇല്ല. ഇപ്പൊ ഈ ഞെരുക്കം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ പല കാര്യങ്ങളും കൊണ്ടുപോകാൻ കഴിയുമില്ലെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊപ്പമാണ് പരമാവധി നിൽക്കുന്നത്. ഇപ്പോ പൊതുവെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കേരളത്തിലാകെ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടുത്തെ ചില കാര്യങ്ങൾ കൂടുതൽ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ മാബു പറഞ്ഞു വന്ന ഒരു കാര്യം ശരി. ഇപ്പൊ നമുക്ക് ആലങ്ങാട് മേഖലയിൽ വെള്ളത്തിന് കുറച്ച് പ്രശ്നം വരും. കാരണം അവിടുത്തെ മുഴുവൻ പൈപ്പും, അതാണ് ബാബു ഉദ്ദേശിച്ചു വന്നത്, പൈപ്പ് മുഴുവൻ മാറ്റുകയാണ്. പൈപ്പ് മാറ്റുമ്പോൾ 2 ദിവസം 3 ദിവസം വെച്ചിട്ട് ആ വെള്ളം ആ ഭാഗത്തേക്കുള്ളത് വിതരണം നിർത്തിവെക്കും. എന്നിട്ട് പൈപ്പ് മാറ്റണം. പൈപ്പ് മാറ്റിയിട്ട് ആ സ്ഥലം വീണ്ടും നമ്മൾ റോഡ് ശരിയാക്കി എടുക്കണം. പൈപ്പ് മാറ്റി വെള്ളം പമ്പ് ചെയ്ത് പ്രഷർ നോക്കിയിട്ടേ റോഡ് ശരിയാക്കാൻ പറ്റുള്ളൂ. കുറെ സമയം എടുക്കും. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമുക്കത് ശാശ്വതമായ പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നോക്കൂ, ഈ പ്രതിസന്ധിയിലും ഇപ്പൊ ഇവിടെ എടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. സീപോർട്ട് എയർപോർട്ട് ഉണ്ടോ? സീപോർട്ട് ഉണ്ടോ? റോഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പുതിയ റോഡുണ്ട്, കരിങ്ങാച്ചിറ ഇരുമ്പനം തുടങ്ങി
HMT റോഡ് വരെ. വേണമെങ്കിൽ ഇരുമ്പനം HMT റോഡ് എന്ന് പേരിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കരിങ്ങാച്ചിറ HMT റോഡ് എന്ന് വേണമെങ്കിൽ പേരിടാം. അങ്ങോട്ടുള്ള കണക്ഷൻ, ഇങ്ങോട്ടുള്ള കണക്ഷൻ. ഇടയ്ക്ക് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് HMTക്ക് NADക്ക് ഇടയിൽ കുറച്ച് സ്ഥലത്ത് ഇപ്പൊ രാത്രി ആളുകൾ അങ്ങോട്ടും വണ്ടി ഓടിച്ച് ചെറുപ്പക്കാരൊക്കെ അവിടെ കേന്ദ്രമായിട്ട് റീലൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. 25 കൊല്ലത്തെ കെട്ടഴിച്ചില്ലേ നമ്മൾ? 25 കൊല്ലത്തെ കെട്ട്, 25 അല്ല 21, 2003 ഉദ്ഘാടനം ചെയ്തതാണ്. 2024 ഇപ്പോ HMT NAD സ്ഥലം നമ്മൾ സുപ്രീം കോടതിയിൽ പോയി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു കാശും തന്നാൽ പോരാ, HMT NAD റോഡ് കൂടി തുറപ്പ് വരെയുള്ള റോഡ് കൂടി ശരിയാക്കണം. നമ്മളാണെങ്കിൽ ആ റോഡൊന്ന് നന്നാക്കാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആയിക്കോട്ടെ, അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ഈ കാശില്ലാത്തപ്പോഴും നമ്മൾ HMTയുടെ പണം കോടതി കൊട്ടിവെച്ചു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല 1 കിലോമീറ്റർ റോഡിന് വേണ്ടി 500 മീറ്റർ HMT, 500 മീറ്റർ NAD, 67 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നത്. റോഡ് ഉണ്ടാക്കാനല്ല, വേണമെങ്കിൽ റോഡ് ഉണ്ടാക്കാൻ അല്ല, NAD റോഡ് ഉണ്ടാക്കലുണ്ട്, മറ്റേ റോഡ് ഉണ്ടാക്കാനല്ല. 67 കോടി. ആലോചിച്ച് നോക്കി, എത്ര ഏക്കറിൽ നമുക്ക് സ്ഥലം വാങ്ങിക്കാവുന്നതാണ്. കാരണം HMTയുടെ 37 കോടി കെട്ടിവെക്കണം 500 മീറ്റർ പലിശ ഉൾപ്പെടെ. നമ്മുടെയാണ് സ്ഥലം എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ 37 കോടി കെട്ടിവെക്കണം. 18 കൊടുത്തു, 19 റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ ഉണ്ട്, 37 ഇപ്പൊ കൊടുക്കുകയാണ്. ഏകദേശം അത്ര തന്നെ NADക്ക്. 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ 67 കോടി നമ്മൾ കൊടുക്കാം. പക്ഷെ നാടിന്റെ ആവശ്യമാണ്. ഇതിങ്ങനെ പറഞ്ഞ് 21 വർഷമായി. ഏതറ്റം വരെ പോയാൽ ആ റോഡ് പൂർത്തീകരിക്കണം. കിഫ്ബി നേരെ ഫണ്ടെടുത്ത് അങ്ങോട്ട് മഹളാലയം വരെ അതിനാവശ്യമായി ഫണ്ട് കൊടുത്തു. ഇപ്പൊ കിഫ്ബിക്കെതിരെ യുദ്ധം നടത്തുന്നതാണെങ്കിൽ അപ്പൊ പത്രക്കുറിപ്പ് കൊടുത്തു. ആലുവയിൽ വലിയ പദ്ധതി വരികയാണ്, അവിടെ വന്നിട്ട് കിഫ്ബിക്കെതിരെയാണ്. പോട്ടെ, നല്ലത് തന്നെ. എത്ര കാലമായി നമ്മുടെ അഷ്റഫൊക്കെ സ്ഥലം അവിടെ മരവിപ്പിച്ചു എത്ര കാലമായി കിടക്കണമെന്ന് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പൈസ കൊടുത്തു. പിന്നെ മഹളാലയം മുതൽ എയർപോർട്ട് ഒരു 210 കോടി അതും കൊടുക്കാൻ പോവാണ്. അപ്പൊ 21 വർഷത്തിന്റെ കാത്തിരിപ്പിനാണ് കളമശ്ശേരി മണ്ഡലത്തിൽ മാറ്റമുണ്ട്. കളമശ്ശേരിയുടെ മാത്രമല്ല, നാടിന്റെ ആകെ ആവശ്യമാണ്. ജുഡീഷ്യൽ സിറ്റി തീരുമാനമായി. അവസാനത്തെ രൂപരേഖ ഹൈക്കോടതി ജഡ്ജിമാരിരുന്ന് അംഗീകരിച്ചു. ഈ കോടതി കിടക്കുന്ന കേസിന്റെ പരിണസമാപ്തിയുടെ അടിസ്ഥാനപ്പെടുത്തി എത്ര വേണം തീരുമാനിക്കും. ഇപ്പൊ 27 ഏക്കർ കൊടുക്കാൻ ധാരണയായി. കോടതി ബാക്കി തരാണെങ്കിൽ അവർക്ക് 50 ഏക്കർ കൂടി വേണം. മൊത്തം 27 കോടി. അതോടുകൂടി ആ പ്രദേശാകെ മാറും ജുഡീഷ്യൽ സിറ്റി. സയൻസ് പാർക്ക് കേരളത്തിൽ അനുവദിച്ച 3 സയൻസ് പാർക്കുകളും 200 കോടി അനുവദിച്ചു. FSCയുടെ സ്ഥലം നോക്കിയപ്പോ സ്ഥലത്തിന് തന്നെ 250 കോടിയാണ്. നേരത്തെ നമ്മൾ റിഫൈനറിക്ക് വേണ്ടി എടുത്ത 250 കോടി. അതുകൊണ്ടാണ് നമ്മളിപ്പോ HILന്റെ സ്ഥലം നോട്ടീസ് കൊടുത്ത് കിട്ടിയാൽ 13 ഏക്കർ സയൻസ് സിറ്റിക്ക് വേണ്ടി എടുക്കാന്നാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഹിയർ ചെയ്ത് തിരിച്ചു പിടിക്കാൻ ശ്രമമാണ്. എന്നാൽ അതോടൊപ്പം കേന്ദ്രമന്ത്രിയെയും കണ്ട് സംസാരിക്കണം. ഇതിനു വേണ്ടി ഞങ്ങൾ തിരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ പിന്നെ കേസൊക്കെ പോയി വീണ്ടും കിടക്കും, അതും ശ്രമിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലെയും കുടിവെള്ളം, കരുമാരൂർ പദ്ധതി എത്ര സങ്കീർണമായിരുന്നു. ഇപ്പൊ മിക്കവാറും അടുത്ത മന്ത്രിസഭയോട് കൂടി ടെൻഡർ വിളിക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നത്. അവനനുസരിച്ചുള്ള തീരുമാനം മന്ത്രിസഭ വരെ പോയി മിക്കവാറും അടുത്ത മന്ത്രിസഭയോട് എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അമൃത്, അവിടെ അമൃത് പദ്ധതി, അടുത്ത സുജിലിന്റെ പദ്ധതി, ആ വെള്ളം, കുടിവെള്ളം നമുക്ക് ശാശ്വതമായ പരിഹാരം. ഇപ്പോ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ എല്ലാ സ്കൂളിലും പ്രഭാത ഭക്ഷണം, എല്ലാ സ്കൂളുകളും നല്ല നിലവാരത്തിൽ 25 കോടി സ്കൂളിന്. ഏലൂർ സ്കൂൾ നോക്കി, കരുമാലൂർ നോക്കിക്കോ, അല്ലെങ്കിൽ ആലങ്ങാട് പഞ്ചായത്ത് നോക്കി, കുന്നുകരം നോക്കിക്കോ, എല്ലാ സ്കൂളുകളും നല്ല ഇന്ററാക്റ്റീവ് സ്ക്രീൻ വെച്ചിട്ടാണ് കുട്ടികളും ടീച്ചറും ആരെക്കൊണ്ട് ലോകത്തുള്ള ആർക്കും ക്ലാസ് എടുക്കാം നമ്മുടെ സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? അതാണ് സ്കൈ പദ്ധതി വഴി നമ്മളിപ്പോ 3 ജോബ് ഫെയർ നടത്തി. ആദ്യത്തേത് 240 പേർക്ക് തൊഴിലായി. രണ്ടാമത്തേത് വീട്ടമ്മമാർക്കായിരുന്നു 17 പേർ, 35,000 40,000 ജോലി കിട്ടുന്ന തൊഴിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്നത്. മൂന്നാമത്തേത് 3168 തൊഴിലവസരം ഉണ്ടായി. 1200 പേർ രജിസ്റ്റർ ചെയ്തത്, 600 പേരെ വന്നത്, 468 പേർ കിട്ടി. ഇനി എല്ലാ പഞ്ചായത്തിനും ജോബ് ഫെയർ,
എല്ലാ വീട്ടിലും പൊക്കോ. ആ വീട്ടിൽ ഡിഗ്രിയുള്ള, ഡിപ്ലോമയുള്ള, ITI ഉള്ള സ്ത്രീയോ പുരുഷനോ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? മൊബൈൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തോളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഏത് ജോലി കൊടുക്കാൻ പറ്റും, ജോബ് ഫെയർ. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് അവർക്ക് ആവശ്യമായ പരിശീലനം. ഇപ്പൊ ഇവിടെ ഈ മണ്ഡലത്തിൽ, അതുപോലെ പത്തനംതിട്ടയിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളമാകെ വ്യാപിപ്പിക്കാൻ പോവുകയാണ്, എല്ലാ പഞ്ചായത്തിലേക്കും. ഒരു തവണ ഇന്റർവ്യൂവിന് പോയി കിട്ടിയില്ല, നമുക്ക് ഇന്നാൾക്ക് കിട്ടണം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ബ്രാഞ്ചിൽ ആൾ വരുന്നുണ്ട്, അയാൾക്ക് കിട്ടണം. ഇപ്പുറത്തെ ചിലപ്പോ പല രാഷ്ട്രീയക്കാർക്ക് കിട്ടും, പക്ഷെ കിട്ടുമില്ലേ, വീണ്ടും പരിശീലനം. കിട്ടുന്നവരൊപ്പം അത് കഴിയുമ്പോ എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിൽ, അല്ലെങ്കിൽ ഒരു സംരംഭം. ഇപ്പൊ കൃഷിക്കൊപ്പം 159 സംഘങ്ങൾ, എല്ലാ സംഘങ്ങളും ഉണ്ട്. ഇപ്പൊ കൂണ് കൃഷി നടത്തുന്നവർക്ക് 30,000 40,000 ഒക്കെയാണ് മാസം വരുമാനം. ശർക്കര തുടങ്ങി ആലങ്ങാട്, അല്ലെങ്കിൽ അരോറൂട്ട്, കൂവ കൃഷി നടത്തുന്നവരെല്ലാം നല്ല രീതിയിൽ ലാഭകരമായി പോകുന്നത്. ഇങ്ങനെ ഓരോ മേഖല നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷെ നമ്മൾ ഓരോരുത്തരും താഴോട്ട് ഓരോ വീട്ടിലേക്കും ചെല്ലണം. തൊഴിൽ അന്വേഷകരെ കണ്ടെത്തണം, അവർക്ക് ആവശ്യമായി പിന്തുണ നൽകണം, അവരോടൊപ്പം നിൽക്കണം, തൊഴിൽ കിട്ടുന്നതുവരെ. അവൻ എല്ലാ പഞ്ചായത്തിലും ജോബ് സെന്റർ ഉണ്ടാക്കാൻ കഴിയും. ഗവൺമെന്റ് ഇവിടെ മാത്രമല്ല, ഇപ്പൊ എല്ലായിടത്തും ആലോചിക്കുകയാണ്. വർക്ക് നിയർ ഹോം കൊട്ടാരക്കരയിൽ ആദ്യം തുടങ്ങും, രണ്ടാമത്തേത് ഇവിടെ കളമശ്ശേരിയിലാണ് വർക്ക് നിയർ ഹോം. വീടിനടുത്തുനിന്ന് വീട്ടമ്മമാർക്കും ചെറുപ്പക്കാർക്കും അപ്പുറത്ത് പോയി ജോലി ചെയ്യാം. 10,000 30,000 40,000 രൂപ കിട്ടും. ഇപ്പൊ നമ്മൾ BSNLന്റെ സ്ഥലം പറ്റുമെന്ന് നോക്കുകയാണ്. കൊട്ടാരക്കര BSNLന്റെ ആണ്. നമ്മുടെ KNRന്റെ സഹധർമ്മിന്റെ കൂടി ഉണ്ടല്ലോ. കൊട്ടാരക്കര BSNL ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം അവര് ലീസിന് കൊടുക്കുകയാണ്. പണ്ട് വലിയ ഇതിലുണ്ടെങ്കിലും കേന്ദ്ര നയത്തിന്റെ ഭാഗമായി കുറച്ച് തെറ്റായ രീതിയിൽ അവരുടെ നയം വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയാണ്. എന്നാൽ അവർക്കും കുറച്ച് വരുമാനം കിട്ടും എന്നാണ് നമ്മുടെ ആളിലും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതെന്റെ സ്ഥലം ഇപ്പോൾ പ്രീമിയറിൽ പണ്ട് എപ്പോഴും നമ്മളെ കേന്ദ്ര വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്യുന്ന അവിടെ താഴെ മുകളിലും കുറച്ച് സ്ഥലം കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വർക്ക് നിയർ ഹോം, ഇങ്ങനെ ഓരോ പദ്ധതികളും എല്ലാത്തിലേക്കും പോകുന്നില്ല. മെഡിക്കൽ കോളേജ് റെഡിയായി, ക്യാൻസർ സെന്ററും റെഡിയായി. കുറച്ച് ഉപകരണം കൂടി വന്നാൽ മതി. മിക്കവാറും ക്യാൻസർ സെന്റർ ആദ്യം ഡിസംബർ ജനുവരിയിൽ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 മാസം കഴിയുമ്പോഴേക്കും മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒപ്പം ക്യാമ്പ് അടുത്തത് വരാൻ പോവാണ്. കുന്നേർ എല്ലാ വീടും കയറിക്കോ, എല്ലാവരും കൊണ്ടുവന്നോ. കാഴ്ച കുറവണോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിവിപുലമായി ഇത്തവണത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിയും. ലൈബ്രറികൾ 1 കോടിയാണ് ലൈബ്രറി പദ്ധതി. 1 കോടി. എല്ലാ ലൈബ്രറികളും ആധുനിക രീതിയിൽ. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിലാണ് എത്ര കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. സേതു സാർ, ലീലാവതി ടീച്ചർ, തോമസ് മാത്യു സാർ, സുഭാഷ് ചന്ദ്രൻ, ഗ്രേസി ടീച്ചർ, 5 പേരുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാ അവാർഡും കിട്ടുന്ന ആളിലും കൂടി ഇരിപ്പുണ്ട്. ഇപ്പൊ ഈ 5 പേരുടെ പേരിൽ നമ്മൾ എല്ലാ ലൈബ്രറിയിലും കോർണറുകൾ, വായനാ കോർണറുകൾ. ചെറുപ്പക്കാർ എല്ലാവർക്കും ചേർന്നിരിക്കാൻ ഇടം വേണം. പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തുക. ഇപ്പോ ഗ്ലാസ് കോളനി ശക്തമായി, ഏലൂര് PS സെന്ററിനോട് ചേർന്ന് ഇനി പുതിയ റോഡിൽ അടുത്ത് വരാൻ പോണു. കങ്ങരപ്പടി ഗ്രൗണ്ട് സജ്ജമായി, ഫ്ലഡ് ലിറ്റ് കൂടി ഇട്ടാൽ ഉദ്ഘാടനമായി. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് തീരാറായി, ഉദ്ഘാടനമാറായി. എവിടെ പഴന്തോട്, ആരും കേൾക്കാത്തതാണ് ടൂറിസം. എന്താ പഴന്തോട്ടിൽ ഉത്സവം? ഇറ്റാലി കമ്പനിയാണ് അതിനടുത്ത് തുടങ്ങിയേക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തടിക്കക്കടവ് പാലം ആകർഷകമായി ലൈറ്റ് ഇട്ടെല്ലാം വരാൻ പോവാണ്. ടൂറിസ്റ്റുകൾ കൊണ്ടുവരാം. HMD ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് നിങ്ങൾ നോക്കി, എല്ലാവരും ചേർന്നപ്പോ ഇപ്പോ എന്ത് എളുപ്പ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന് ബഹിർഗമനം കുറഞ്ഞു, ഡീസൽ കത്തൽ കുറഞ്ഞു, അത്യാവശ്യം ചില പ്രശ്നങ്ങൾ ഓട്ടോ ഇതൊക്കെ നമ്മൾ പരിഹരിച്ചു. എല്ലാവരും നല്ല തൃപ്തിയോടുകൂടി നിൽക്കുന്നു. ചെറിയ പ്രശ്നം മുതൽ വലിയ പ്രശ്നം വരെ ഇത് വീടുകളിലേക്ക് എത്തണം, അതാ പ്രധാനം. ഈ വന്ന മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്ര കൃഷി മാറി വന്നു, എത്ര കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നു, പുതിയ വ്യവസായങ്ങൾ എത്ര വന്നു. ആ രൂപത്തിൽ എല്ലാം നാട്ടിൽ ഓരോരുത്തരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു. വയനാട് നോക്കി, ഹൈക്കോടതി തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു പൈസ വന്നില്ലല്ലോ. എങ്ങനെ ഒരു ഗവൺമെന്റ് ഇങ്ങനെ നിൽക്കാൻ പറ്റും? അവിടെ വന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ലാലൊടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ വിചാരിച്ച വിമാനത്തിൽ ഇരുന്ന് തന്നെ ഓർഡർ ഇടുന്നതാണ്. അടിയന്തര സഹായം ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? കേന്ദ്ര സംഘം വന്നു, നമ്മൾ റിപ്പോർട്ടെല്ലാം കൊടുത്തു.
ഒരു പൈസ കേരളത്തിന് ഈ വയനാട് ചൂരൽമലയിലെ ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു പൈസ നൽകിയോ? ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പട്ടാളം വന്നതിന്റെ, പാലം പണിതതിന്റെ ഇതിന് എത്ര കാശ്. ഇനി പ്രധാനമന്ത്രി ഒന്ന് വിമാനത്തിന്റെ വാടക കൂടി കൊടുക്കേണ്ടി വരുമെന്ന സംശയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കേരളത്തിനകത്തല്ലേ? ഈ സംസ്ഥാനത്തിന് അവകാശമില്ലേ? നമ്മൾ കൂടെ നൽകുന്നതല്ലേ നികുതി? അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അടിയന്തരമായ ഒരു പിന്തുണ നൽകാൻ ഉത്തരവാദിത്തമില്ലേ? ഹൈക്കോടതി പറഞ്ഞില്ലേ, ഉദാരമാനസോടുകൂടി സമീപിക്കണം. യൂണിയൻ ഗവൺമെന്റ് തെറ്റായ സമീപനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് ഈ കാലം ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പുരോഗമനപരമായ കാര്യങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ കഴിയണം. ഈ മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വീട്ടിലേക്കും എത്തിക്കാൻ കഴിയണം. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.